നമസ്കാരം. CPI ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം EMSന് ശേഷം ഇപ്പോഴാണ് രണ്ടാമതൊരു മലയാളിയെ CPM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? ഈ MA ബേബിയെ തന്നെ ഇത്ര കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ വലിയ ചിന്തിച്ച് തല പോയിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ തിരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. ഒരു വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ SDPIയുടെ നിർണായക വോട്ടാണ് കഴിഞ്ഞ 2 തവണ അവർക്ക് വിജയം സമ്മാനിച്ചത്. ഇത്തവണ അത് നേരെ കോൺഗ്രസിൻ്റെ UDF പാളയത്തിലോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടെ നിന്ന് ഒരു വോട്ട് പോലും പ്രത്യേകിച്ച് മലബാർ മേഖല കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ CPMനെ ആശ്രയിക്കാൻ പറ്റുന്ന വോട്ടുകളായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ടുകൾ. അപ്പോൾ ആ വോട്ട് അവർക്ക് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർക്ക് പിന്നെ അടുത്തൊരു തട്ടകം തേടിയേ പറ്റുള്ളൂ. അപ്പം മതപരമായ വോട്ടുകൾ മാത്രമേ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. MA ബേബിയെ പോലെ ഒരാളിനെ ഈ പാർട്ടി ജനറൽ സെക്രട്ടറി ആകുന്നതോടുകൂടി കേരളത്തിലെ ക്രൈസ്തവ സഭകളെയൊക്കെ അവർക്ക് ആകർഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയും. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ MA ബേബിയുടെ ഇപ്പോഴത്തെ പാർട്ടി നിയമനം എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടത്. നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയിൽ ഒരുപാട് നേതാക്കളുണ്ട്, ദളിത് നേതാക്കളടക്കമുണ്ട്, AK ബാലനടക്കമുള്ള നേതാക്കളെല്ലാം ഉള്ളപ്പോൾ എന്തുകൊണ്ടായിരിക്കും MA ബേബിക്ക് തന്നെ ഈ ഒരു സ്ഥാനം നൽകിയത്? അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ബംഗാളി ബ്രാഹ്മണനായ ജ്യോതി ബസു പാർട്ടി സെക്രട്ടറി ആയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠ നമ്പൂതിരി കുടുംബത്തിലുള്ള EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടുണ്ട്. സീതാറാം യെച്ചൂരി ആന്ധ്രയിലെ വലിയൊരു സവർണ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെ ഇവർ മതേതരത്വവും ഈ ജാതിയില്ലായ്മയൊക്കെ പറയുമെങ്കിലും ഈ പാർട്ടിയുടെ എല്ലാ തലപ്പത്ത് എപ്പോഴും വരുന്നത് സവർണരായിട്ടുള്ള നേതാക്കളാണ്. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. ഏതെങ്കിലും ഒരു ദളിതൻ ഈ പാർട്ടിയുടെ തലപ്പത്ത് പരമാവധി ഒരു കേന്ദ്ര കമ്മിറ്റി എന്നും അവിടെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് പ്രായപരിധി കഴിയും, പിന്നെ അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല, അപ്പോൾ വെട്ടി നേരെ താഴോട്ടിടും. അപ്പോൾ ഇതാണ് ഈ CPMൻ്റെ ഒരു സ്ഥിരം ശൈലി. അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ ഈ പുറമേ ഈ ജാതി മതേതരത്വമൊക്കെ പറയുമെങ്കിലും ഇതൊരു സവർണ ആധിപത്യമുള്ളൊരു അവരത് എങ്ങനെയാണോ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ബോധപൂർവമാണോ അല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ നാൾവഴികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരുടെ പദവികളും അല്ലെങ്കിൽ അവരുടെ പേരുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മൾ വിശദമായിട്ട് ഇടകീറി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കും. ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാം ഈ സവർണരായിട്ടുള്ള നേതാക്കളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ പുറമേ പറയുന്ന ഈ ജാതിയില്ല മതമില്ല എന്നൊക്കെ നോക്കാറില്ല. അതൊക്കെ അവരും ഇതാണ്, അത് നമ്മളതിൽ വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. സാർ, അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് MA ബേബിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയാണെങ്കിലും അദ്ദേഹം തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയാറുണ്ട്. ഇപ്പം പിണറായിക്ക് മുകളിലുള്ള ഒരു സ്ഥാനമാണ് MA ബേബിക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പിണറായി തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ MA ബേബി തയ്യാറാകുമോ? അല്ല, അത്ര വലിയൊരു വിശുദ്ധനാണ് MA ബേബി എന്നൊന്നും കരുതാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊതിക്കുറവെന്ന് പറയും, ഈ പാർട്ടിയിൽ ചില സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവസരം കിട്ടുമ്പോഴായിരിക്കും. അതാണ് രാഷ്ട്രീയക്കാരുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ അവർക്കൊരു സ്ഥാനമാനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ അപ്പോഴും പ്രതികരിക്കില്ല. വേറെ ഏതെങ്കിലും അവസരം വരുമ്പോൾ പിന്നിൽ നിന്ന് ഒരു കുത്തു കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ MA ബേബിയുടെ വലിയ ആദർശവും അല്ലെങ്കിൽ അദ്ദേഹം കറകളഞ്ഞ് കമ്മ്യൂണിസ്റ്റാണെന്നും ലളിത ജീവിതം നയിക്കുകയാണെന്നും ആട്ടിൻപാല് മാത്രം കുടിക്കുന്ന ആളാണെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം ഈ ഒരു മോഡേൺ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക മണ്ഡലങ്ങളിൽ കുറച്ച് എഴുത്തും വായനയും മറ്റ് പരിപാടികളൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ പിന്നെ സ്വരലയ എന്ന് പറഞ്ഞൊരു സംഘടന അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അത് വലിയ മികച്ച രീതിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിനെ മറപിടിച്ചാണ് നമ്മുടെ ഈ മാനവീയം വീതിയൊക്കെ ഉണ്ടായത്. അങ്ങനെ കുറച്ച് ഈ MA ബേബി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അത്തരം കാര്യങ്ങളിലുള്ള നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഒരു വാസ്തവമാണ്. പക്ഷേ ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭകളുടെ ഇഷ്ടത്തോഴനാണ്, നല്ല ആട്ടിടയനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ആ ആട്ടിടയനെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്നാൽ മാത്രമേ CPMന് വോട്ട് സമാഹരിക്കൂ. അതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം ഈ ഇപ്പോഴുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി നിയമനത്തിൽ വലിയ ഒരു മഹത്വം നമ്മൾ കൽപ്പിക്കേണ്ട കാര്യമില്ല. കേരളത്തിനോടുള്ള ആദരസൂചന കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ അടുത്ത് ഇല്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയൊരു അതിശയമായിട്ടൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. സാർ, അതുപോലെ തന്നെ ഞങ്ങൾ പുറത്ത് ഈ MA ബേബി CPM ജനറൽ സെക്രട്ടറി ആയ സമയത്ത് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറയുന്നത് MA ബേബിയാണ് കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹത്തെ പോലെ വേറൊരു നേതാവുമില്ല എന്നാണ് പൊതുജനങ്ങൾ പൊതുവെ അഭിപ്രായപ്പെടുന്നത്.
ആ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ അറിയാം പിണറായിയാണ് പാർട്ടിയുടെ മുഖം. പിണറായി കഴിഞ്ഞിട്ട് ബാക്കി നേതാക്കളുള്ളൂ. അപ്പം ഈ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം കൂടി നിലനിൽക്കുമ്പോൾ എം.എ. ബേബി കുറച്ചുകൂടെ ശക്തനായിട്ടൊരു നേതാവായിട്ട് വന്നാൽ പാർട്ടിയുടെ മുഖം എം.എ. ബേബി ആകാനുള്ളൊരു സാധ്യതയില്ലേ? ഒരിക്കലില്ല. വേണമെങ്കിൽ നമുക്കൊരു ഉപമ പറയാം. ഈ പ്രണയം ഏത് കാട്ടാളനെയും കാളിദാസനാക്കും എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ഈ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതുക്ക് മേലെ ആർക്കും പറക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം അദ്ദേഹം ഒരു ഉരുക്ക് കോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ജനങ്ങളെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിമകളാണ്. അവർക്ക് വേറെ ചിന്താശക്തിയൊന്നുമില്ല. അവരെപ്പോഴും എന്തോ ഒരു വലിയ സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരാണ് ഇവർ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ ഇവിടെ നിന്ന് നാട് കടത്തിയ ഒരാളാണ് എം.എ. ബേബി. അറിയാമല്ലോ, ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഹരീഷ് പേരടി പിണറായി വിജയൻ്റെ ഒരു ബദ്ധശത്രുവാണ്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ നിരന്തരം തലവേദന. അപ്പോൾ അതിലെല്ലാം കയറി എം.എ. ബേബി ഒരു സൈഡിൽ നിന്ന് ചെറിയൊരു തിരി കൊളുത്തും, അയാൾക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇടുക, അങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികളൊക്കെ എം.എ. ബേബിക്കുണ്ട്. അപ്പോൾ മാത്രമല്ല, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊല്ലത്ത് എൻ.കെ. പ്രേമചന്ദ്രനെതിരെ മത്സരിക്കുമ്പോൾ എം.എ. ബേബി മത്സരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഈ എം.എ. ബേബി അന്ന് ലോക്സഭ തൊടാതെ പോയത്. ഇല്ലെങ്കിൽ നിസ്സാരം പോലെ അയാൾ എം.എ. ബേബി കൊല്ലത്ത് ജയിക്കുമായിരുന്നു. പിണറായി വിജയൻ്റെ പരനാറി പ്രയോഗം, ആ പരനാറി പ്രയോഗമാണ് ഈ എം.എ. ബേബിയെ പരാജയപ്പെടുത്തിയത്. അത് ബോധപൂർവം എം.എ. ബേബിയെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ആ പ്രയോഗം നടത്തിയത് ഈ നമ്മുടെ എം.കെ. പ്രേമചന്ദ്രനെതിരെ അല്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. കാര്യം അതിന് ശേഷം ഉണ്ടായ വൈരാഗ്യം എൻ.കെ. പ്രേമചന്ദ്രനെക്കാട്ടിലും ഈ എം.എ. ബേബിയുടെ അടുത്താണ് പിണറായി വിജയൻ വൈരാഗ്യം വെച്ച് പുലർത്തി. അദ്ദേഹം അതിനുശേഷം ഈ ഇദ്ദേഹത്തിനെ ഡൽഹിയിലേക്ക് അയക്കുന്നു. പിന്നെ കേരളം കണ്ടിട്ടില്ല. നമുക്കറിയാം പിണറായി വിജയന് ഉയരെ ആരെയും വളരെ അത് രാഷ്ട്രീയത്തിൽ അത് പൊതുവെ ഉണ്ട്. പക്ഷേ ഇയാൾ പിന്നെ കേരളം കണ്ടിട്ടില്ല. എം.എ. ബേബി പിന്നീട് കേരളം കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് അദ്ദേഹം വന്ന് ഈ പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ വരുന്നത്. സാർ, നമുക്കറിയാം വീണ്ടും മാസപ്പടി കേസ് വാർത്തകളിൽ നിറയുകയാണ്. കുറേ കാലങ്ങളായിട്ട് നേതാക്കളൊന്നും ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല, എം.എ. ബേബി പോലും. പക്ഷേ ഒരാഴ്ച കാലം നമ്മളിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീണയെ അനുകൂലിച്ചുകൊണ്ട് എം.എ. ബേബി രംഗത്ത് വരുന്നുണ്ട്. അതിന് പിന്നിൽ കാരണം എന്തായി? അല്ല, അത് നമുക്കതിന് വേറെ ഒന്നുമില്ല. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയും പോലെ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല. കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ മാസപ്പടി കേസ് SFIയുടെ പ്രശ്നമൊക്കെ എത്രയോ മാസം കൊണ്ട് കേരളത്തിൽ കിടന്ന് അലയടിക്കുന്നു. ആ സമയത്തൊന്നും ഈ എം.എ. ബേബി ഒരക്ഷര ബാധറൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു സ്പോൺസേഡ് സീറ്റിൽ അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു. കാര്യം ഇനിയിപ്പോൾ അങ്ങനെ നിന്നേ പറ്റുള്ളൂ. കാര്യം പിണറായി വിജയൻ വെച്ച് നീട്ടിയ ഒരു ഔദാര്യമാണ് എം.എ. ബേബിയുടെ ഇപ്പോഴത്തെ ഇത്. അപ്പോൾ എല്ലാവരും പറയും CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല, CPM-ൽ നോമിനേഷൻ ഇല്ല. അതെല്ലാം നമുക്ക് എന്തോന്ന് പറഞ്ഞാൽ പറയാൻ കൊള്ളാമെന്നുള്ളൊരു ഭംഗി വാക്കുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ള അംഗങ്ങൾ കഞ്ഞി കുടിച്ച് ജീവിച്ച് പോകുന്നത് പോലും ഈ പിണറായി വിജയൻ കൊടുക്കുന്ന കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ്. അപ്പം അതും കൂടെ പിണറായി വിജയൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ പോകേണ്ടി ഒരു വലിയ കഷ്ടമാണ്. അപ്പോൾ എം.എ. ബേബിയെ സംബന്ധിച്ചിടത്തോളം ഇനി പിണറായി വിജയന് കൂടുതൽ അടിമപ്പെട്ട് മാത്രമേ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ. പൊതുവെ എം.എ. ബേബി ഒരു മതേതര കാഴ്ചപ്പാടുള്ള വ്യക്തിയായിട്ടാണ് പറയാറുള്ളത്. എന്നാൽ ഈ CPM ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള അതേക്കുറിച്ചുള്ള നിലപാട് എന്തായിരിക്കും? അത് പൊതുവേ CPM എപ്പോഴും ഈ മതേതരത്വ കാഴ്ചപ്പാടിങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പ്രസംഗങ്ങളിലെല്ലാം അത് കാണും. പക്ഷേ പ്രവൃത്തി നേരത്തെ മറിച്ചായിരിക്കും. കാര്യം അവർക്ക് വിഭജിച്ച് മാത്രമേ കുറച്ച് വോട്ട് അതിനകത്ത് കിട്ടുള്ളൂ. നമുക്കിപ്പോൾ എം.എ. ബേബിയുടെ ഒരു പൂർവ്വകാല ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ M.F. ഹുസൈൻ, പ്രശസ്ത ചിത്രകാരനായ M.F. ഹുസൈൻ സരസ്വതി ദേവിയുടെ ഒരു നഗ്ന ചിത്രം വരച്ചു എന്ന് പറഞ്ഞ് വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകളാവും. ആ സമയത്ത് ഈ ഉത്തരേന്ത്യയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ കേരളത്തിലൊന്നും ഒരു പ്രതിഷേധം ഒന്നും നടന്നില്ല. പക്ഷേ CPM അതിനെ വലിയൊരു വിഷയമാക്കി എടുത്ത് എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ അതിനെ വിഷയമാക്കി എടുത്ത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും സെമിനാറും ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു. പിന്നെ ജനങ്ങളെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ഒരു ശ്രമം CPM നടത്തി. അതുമാത്രമല്ല, ഒരു ഘട്ടത്തിൽ കുറച്ചും കൂടെ കടന്ന് ഈ എം.എ. ബേബി പ്രവർത്തിക്കേണ്ടത്. അതായത് M.F. ഹുസൈനെ, അതായത് ഇത് കത്തുന്നില്ല, ഈ പരിപ്പ് കൂടെ വേവുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ
ഏത് വിധേനയെങ്കിലും ഈ എം എഫ് ഹുസൈനെ കേരളത്തിൽ വരുത്തി അദ്ദേഹത്തിനൊരു അവാർഡ് കൊടുക്കാനുള്ള ഒരു ശ്രമം എം.എ. ബേബി നടത്തി. അത് അങ്ങനെ വന്നപ്പോൾ കേരളത്തിൽ ഒരു വലിയ ചെറുത്തുനിൽപ്പും അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ വർഗീയത ആളിക്കത്തിക്കുന്നതിൽ വലിയ മോശക്കാരൊന്നുമില്ല. അതിൻ്റെ തന്ത്രങ്ങളെല്ലാം എം.എ. ബേബിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മതേതരത്വം അവരുടെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളെ വിഘടിപ്പിക്കാൻ അറിയാവുന്നുള്ളൊരു നേതാവും കൂടെയാണ് എം.എ. ബേബി.